ഹലോ എവരി വൺ. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഹാർവാർഡ്. ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1938 ഒരു സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തു. 80+ ആയിട്ട് ഇപ്പോഴും ആ സ്റ്റഡി ഓൺഗോയിങ് ആണ്. ആ സ്റ്റഡിയുടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു ഹ്യൂമൻ ബീയിങ്ങിന്, ഒരു മനുഷ്യജീവിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ, സന്തോഷകരമായി ക്വാളിറ്റി ഉള്ളൊരു ലൈഫ് നയിക്കാൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് ഡിറ്റർമിൻ ചെയ്യൽ മാത്രമായിരുന്നു സ്റ്റഡിയുടെ ലക്ഷ്യം. 1938 തുടങ്ങിയ ഈ സ്റ്റഡി 724 ആൾക്കാരുടെ ലൈഫ് ഓവർ എ പീരീഡ് ഓഫ് 80 years സ്റ്റഡി ചെയ്യുകയായിരുന്നു. ഈ 724 ആൾക്കാരുടെ ലൈഫ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവർ മാരീഡ് ആയതിനു ശേഷം അവരുടെ സ്പൗസിന്റെ, അവരുടെ പാർട്ട്ണറിന്റെ ലൈഫ്, അവരുടെ കുട്ടികളുടെ ലൈഫ്, അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഈ വക കാര്യങ്ങളെല്ലാം അവർ ഡോക്യുമെന്റ് ചെയ്തു. ബേസിക്കലി ഒരു ഹ്യൂമൻ ലൈഫിന്റെ ഓഡിറ്റ് ആയിരുന്നു ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയത്. ഇതിന്റെ എല്ലാം റിസൾട്ട് എന്തായിരുന്നു? ഒരാൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ എന്താണ് വേണ്ടതെന്ന് എങ്ങനെ ഒരാൾ കണ്ടെത്താൻ സാധിക്കും? ഇതിനവർ പലതരത്തിലുള്ള മെത്തഡോളജി യൂസ് ചെയ്തു. ഒരാളുടെ ലൈഫ് സ്പാനിലെ വ്യത്യസ്ത പോയിന്റ്സിൽ വെച്ച് അവർ ബ്രെയിൻ സ്കാൻസ് നടത്തി. ഈ ആൾക്കാരുമായിട്ട് ഇന്റർവ്യൂ നടത്തി. ഈ ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇന്റർവ്യൂ നടത്തി. അതുപോലെ തന്നെ ഇവരുടെ കരിയർ പ്രോഗ്രഷൻ, ലൈഫിലെ സക്സസ്, അവരുണ്ടാക്കിയിട്ടുള്ള വെൽത്ത്, സോഷ്യൽ സ്റ്റാറ്റസ്, ഫെയിം, ഇതെല്ലാം അവർ ഫാക്ടർ ചെയ്തു. ഇതുപോലുള്ള ഒരുപാട് വേരിയബിൾസ് ഇവർ വളരെ ഇൻ ഡെപ്ത് സ്റ്റഡി ചെയ്തു. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? സന്തോഷത്തോടെ സമാധാനമായിട്ട് ഒരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വാളിറ്റി ലൈഫ് നയിക്കുന്നതിന്റെ വലിയ സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് എന്താന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ ആലോചിച്ച് തല പുകയ്ക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇതിഹാസങ്ങളാണെങ്കിലും ഗ്രന്ഥങ്ങളാണെങ്കിലും പണ്ട് തൊട്ടുള്ള ഫിലോസഫേഴ്സിന്റെ സ്റ്റഡീസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടുള്ള മൂലമന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പിന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും റിസർച്ച് ബേസ്ഡ് ആയിരുന്നില്ല. അതെല്ലാം ഫിലോസഫിക്കലായിരുന്നു, അല്ലെങ്കിൽ റിലീജിയസ് ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, കൾട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള നോംസ് ആയിരുന്നു. പക്ഷേ ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിനെല്ലാം ഒരു ബ്രേക്ക് ത്രൂ തരുന്നത്. ഒരു ക്വാളിറ്റി ലൈഫിന് വേണ്ടുന്ന എന്താന്നുള്ളത് ആ മഹാരഹസ്യം അവർ വെളിപ്പെടുത്തി. ഈ സ്റ്റഡിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആർട്ടിക്കിൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കയറി സ്വയം അതിന്റെ ഓതന്റിസിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ പറയാൻ പോണ എന്താണ് ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു വലിയൊരു ഡിസ്കവറി. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറെ കാശ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണലി വൺ ലെവലിൽ എത്തുന്നതോ ബിസിനസ് ചെയ്ത് ബില്യൻസ് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല ഈ ഹാപ്പിനെസിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന കുറെ ബില്യനേഴ്സ് ഒക്കെ സൂസൈഡ് ചെയ്യുന്നു, പല വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലെവലിലേക്ക് ആൾക്കാർ സൂസൈഡ് ചെയ്യുന്നു. ഇവരൊന്നും ഹാപ്പി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബേസിക്കലി ഹാപ്പിനെസിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ, സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് റിലേഷൻസ് ആണ്. അതെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് പുലർത്തുന്ന വ്യക്തിബന്ധങ്ങളുടെ ഡെപ്താണ് ഒരാളുടെ ലൈഫിലെ സന്തോഷത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത് നമ്മുടെ പേരൻസുമായിട്ടുള്ളതാകാം, നമ്മുടെ പാർട്ട്നേഴ്സുമായിട്ടുള്ളതാകാം, നമ്മുടെ കുട്ടിയുമായിട്ടുള്ളതാകാം, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ളതാകാം. ഇതിന്റെ എല്ലാം ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന വികാരം. ലോങ് ടേം ഹാപ്പിനെസ്, ക്വാളിറ്റി ലൈഫ്. ഇപ്പം ഹാർവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2-3 ആൾക്കാരെ മാത്രമേ പ്രോപ്പർ നല്ലൊരു റിലേഷൻ, ഒരു ഡീപ് ബോണ്ടിങ് ഉള്ള ആൾക്കാരുള്ളെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സിനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. വളരെ ഡേറ്റ ഡ്രിവൺ ആയിട്ട് വളരെ ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് അവരെത്തിയത്. എന്റെ വീഡിയോയുടെ കണ്ടന്റ് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ് ചെയ്യാൻ അതെനിക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. നല്ല ക്വാളിറ്റി റിലേഷൻസ് ഉള്ള ആൾക്കാരുടെ ലൈഫിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തിയ കുറച്ച് കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ സംഭവം അവരുടെ ആയുർദൈർഘ്യം, അവരുടെ ആയുസ് കൂടുതലാണ് കമ്പയർ ടു ബാക്കിയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ. അവരുടെ ആയുസ് കൂടുതലാണ്. അവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിലേക്കും സെയിം ക്വാളിറ്റി അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ ഫാമിലി, അവരുടെ മക്കൾ, കൊച്ചുമക്കളൊക്കെ ഈ സെയിം ക്വാളിറ്റി ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല,
അടുത്ത ജനറേഷനിലേക്കും കൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു വലിയൊരു തിരിച്ചറിവും ഈ സ്റ്റഡി നമുക്ക് തന്നിട്ടുണ്ട്. ഈ വക ആൾക്കാർ വളരെ ലെസ് സ്ട്രെസ്ഡ് ആയിരിക്കും. ഇവരൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലിയും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് സിറ്റുവേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഓവറോൾ അവരുടെ ലൈഫിലെ അവരുടെ സ്ട്രെസ് ലെവൽ കുറവായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസേ കാണത്തുള്ളൂ. എസ്പെഷ്യലി ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ വളരെ വളരെ കുറവാണ്. അപ്പം ഇതൊരു സ്പെക്ട്രത്തിന്റെ രണ്ട് അറ്റം പോലെയാണ്. ഒരു സൈഡിൽ നല്ല റിലേഷനുള്ള ആൾക്കാർ, അവർ ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യുന്നു. മറ്റേ സ്പെക്ട്രത്തിലാണ് ഇതിന്റെ ഒരു ട്രാജഡി കിടക്കുന്നത്. പ്രോപ്പർ ക്വാളിറ്റി ലൈഫ് ഇല്ലാത്ത ആൾക്കാരുടെ ജീവിതം സ്റ്റഡി ചെയ്തപ്പോഴും അവർക്ക് മനസ്സിലായത് അവർക്ക് ആയുർദൈർഘ്യം കുറവാണ്. ബാക്കിയുള്ളവരെ കാട്ടി അവർ ചെറുപ്പകാലത്ത് തന്നെ അവർ ഹാർട്ട് ഡിസീസസിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് മാറുന്നു, മെന്റൽ സൈക്കോളജിക്കൽ ഇഷ്യൂസിലേക്ക് മാറുന്നു, ഡിപ്രഷൻ വരുന്നു. സോ ഈ രണ്ട് സ്പെക്ട്രത്തിന്റെയും രണ്ടറ്റത്തുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റഡി ചെയ്തതിൽ നിന്നും നമുക്ക് ഏറ്റവും കൺക്ലൂസീവായിട്ട് മനസ്സിലാവുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലെ വ്യക്തിബന്ധങ്ങൾ. ഓക്കെ, ഇപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പ്രായം കഴിഞ്ഞു പോയി, അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പം അത്രത്തോളം ഡീപ്പ് ബോൺസ് ഒന്നും ഇനി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് തെറ്റായിട്ടുള്ളൊരു വിചാരമാണ്. ഓക്കെ, ആവറേജ് ഹ്യൂമൻ ലൈഫ് സ്പാൻ ഒരു 80 years ആയിട്ട് എടുത്താൽ പോലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ 40ാമത്തെ വയസ്സാണെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ റെഡിയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫിനെ വളരെ വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫിൽ അവശേഷിക്കുന്ന ബാക്കി 40 വർഷം ക്വാളിറ്റേറ്റീവായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് വെൽത്ത് വേണം, ഹെൽത്ത് വേണം, എല്ലാം വേണം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു പൂർണ്ണതയിലേക്ക് എത്തത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഇതിനെല്ലാം കോംപ്ലിമെന്റ് ചെയ്യാൻ, ഇതിനെല്ലാം കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ, ഇതിനെല്ലാം പിടിച്ചു നിർത്താൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വ്യക്തിബന്ധങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും പുതിയ ന്യൂ ഇൻഫർമേഷൻസ് കണ്ടന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് നിങ്ങളിലേക്ക് ഇനിയും എത്തിക്കുന്നതായിരിക്കും. ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് അവയർനെസ് വേണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.